ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങളുള്ളത് തമിഴ്നാട് കന്യാകുമാരി റൂട്ടിലെ തക്കലയിലുള്ള മുബാറക്ക് ഹോട്ടലിലാണ്. നല്ല കിടിലം നാട്ടുകോഴി ബിരിയാണി അടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഈ കാണുന്ന മലയുടെ മണ്ടയിലുള്ള ഒരു നിഗൂഢമായ വെള്ളച്ചാട്ടത്തിലോട്ടാണ്. കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിൽ എന്ന ചെറിയ ഗ്രാമത്തിലെ മലയുടെ മണ്ടയ്ക്കുള്ള വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം. എൻ്റെ മോനെ കിടിലം, പറയാതിരിക്കാൻ വയ്യ. മലയുടെ താഴ്ഭാഗത്തുള്ള വലിയൊരു വാഴത്തോപ്പും അതിൻ്റെ ഒത്ത നടുക്കോടുള്ള കിടിലം റോഡും. അങ്ങനെ ഞങ്ങൾ തക്കല കുമാരകോവിലുള്ള നൂറുൽ ഇസ്ലാം എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ മുന്നിലെത്തി. ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ചും പറയാം, ഗൂഗിൾ മാപ്പ് നോക്കി വരുന്നവരാണെങ്കിൽ കറക്റ്റ് നൂറുൽ ഇസ്ലാം കോളേജിൻ്റെ മുന്നിലെത്തിയിട്ട് മുന്നിലെ ഗേറ്റ് വഴി നേരെ മുകളിലേക്ക് കിടക്കുന്ന റോഡേ കയറണം. റൈറ്റ് സൈഡ് ഒരു റോഡാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. അത് ശരിക്കും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ളതാണ്. അതുവഴി പോകാതെ നേരെ മുന്നിൽ കാണുന്ന റോഡ് നിങ്ങൾ മുകളിലേക്ക് വന്നാൽ എത്തുന്നത് തിരുകല്യാണ മണ്ഡപം എന്നൊരു ചെറിയ മണ്ഡപത്തിൻ്റെ മുന്നിലാണ്. വേലിമല എന്നറിയപ്പെടുന്ന ഈ കുന്നിൻ്റെ മുകളിലാണ് വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും കുന്നുകളും മലകളും കാടുകളുമെല്ലാം സാഹസിക യാത്ര നടത്തുന്നവർക്കും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം. അങ്ങനെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. ഏകദേശം 2 കിലോമീറ്ററോളം മുകളിലേക്ക് കയറാനുണ്ട്. ആദ്യമൊക്കെ ഓടിച്ചാടി കയറിയെങ്കിലും പതിയെ പതിയെ ഞങ്ങളുടെ കപ്പാസിറ്റി കുറഞ്ഞു വന്നു. കാരണം അത്രയ്ക്ക് ദുഷ്കരമായ റോഡാണ്. വലിയ വലിയ പാറകൾ ചവിട്ടി വേണം മുകളിലേക്ക് പോവാൻ. പക്ഷേ നിഗൂഢമായ ഈ കാട്ടിലൂടെയുള്ള യാത്രയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയും അഴകുമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് താഴേക്ക് ഇറങ്ങി വരുന്നവരടുത്ത് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്, മുകളിലേക്ക് ഇനി എത്താറായോ, എത്ര കിലോമീറ്റർ ഉണ്ട് എന്നൊക്കെ. പക്ഷേ അവർ ഞങ്ങളെ നിരുത്സാഹപ്പെടുത്താതെ അണ്ണായി കൊഞ്ചം കൂടെ ഉള്ളൂ അണ്ണാ എന്ന് പറഞ്ഞ് ഞങ്ങളെ മുകളിലേക്ക് കയറാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുകളിലുള്ള ഒരു സ്പോട്ടിലെത്തി. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ കാഴ്ചയാണ്. ശരിക്കും പച്ചപ്പ് വിരിച്ച കന്യാകുമാരി ജില്ല മൊത്തവും നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും മുകളിലേക്ക് മല കയറാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ മുബാറക്ക് ഹോട്ടലിൽ നിന്ന് കഴിച്ച കോഴി ബിരിയാണിയൊക്കെ എങ്ങോട്ട് പോയാൽ എന്തോ. എന്തായാലും സുബി എളിയൻ ഒരു ബോട്ടിൽ വെള്ളം കയ്യിലെടുത്തത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊണ്ടയിലൊന്ന് നനയ്ക്കാൻ പറ്റി. അതുകൊണ്ട് മല ചവിട്ടുന്നവർ കയ്യിൽ എന്തെങ്കിലും കഴിക്കാൻ കരുതിയാൽ കാട്ടിലൂടെയുള്ള യാത്ര ഈസിയാകും. ശരിയായ വഴിയില്ലെങ്കിലും പാറകളിലും കല്ലുകളിലും ദിശ അറിയാൻ വേണ്ടി ചെറിയ ചെറിയ ആരോ മാർക്കുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് വഴി തെറ്റാതെ മുകളിലേക്ക് എത്താൻ പറ്റും. എന്താ അല്ലേ, ഓരോ സ്ഥലത്ത് പോകുമ്പോഴും പ്രകൃതിക്ക് പല പല സൗന്ദര്യമാണ്. ശരിക്കും നിങ്ങളൊരു ചെറിയ സ്ക്രീനിൽ മൊബൈലിൽ ഇരുന്ന് കാണുന്നതിനേക്കാളും എത്രയും മനോഹരമാണ് യഥാർത്ഥത്തിൽ ആ യാത്ര നിങ്ങൾ ചെയ്തു നോക്കിയാൽ. അങ്ങനെ കുന്നിൻ മുകളിലുള്ള ആ നിഗൂഢമായ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്താറാവുമ്പോൾ തന്നെ ഗുഹയ്ക്കുള്ളിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഭയാനകമായ ശബ്ദം നന്നായിട്ട് നമുക്ക് പുറത്ത് കേൾക്കാൻ കഴിയുന്നതാണ്. ശരിക്കൊരു ഫാമിലി ട്രിപ്പിന് പറ്റിയ സ്ഥലമല്ലെങ്കിലും ഫാമിലിയായിട്ട് വരുന്നവരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു വിളക്ക് തറയും അതിനോട് ചേർന്നുള്ള 2 വലിയ പാറകൾക്കിടയിലുള്ള ഒരു ഇടനാഴിക്കകത്താണ് ഈ വള്ളിച്ചുനൈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. കാണാൻ വളരെ മനോഹരവും എന്നാൽ നിഗൂഢതകൾ മറഞ്ഞിരിക്കുന്നതുമായ ഈ വെള്ളച്ചാട്ടം കണ്ടാസ്വദിച്ചാലേ അറിയാൻ പറ്റൂ അതിൻ്റെ ഭംഗി. ആ ചെറിയ ഇടനാഴിയിൽ അരക്കറ്റം വെള്ളത്തിൽ അകത്തോട്ട് ചെന്നാൽ അതിശയകരമായതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുമായൊരു കാഴ്ചയാണ്. കാടും മലയും സാഹസികതയും അന്വേഷിക്കുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും ട്രക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും ഇതൊരു വേറിട്ട അനുഭവമാണ് നൽകുന്നത്. കൊടൈക്കനാലിലെ ഗുണ കേവിന് സാമ്യമുള്ള കാഴ്ചകൾ കണ്ട് ആ 2 വലിയ പാറകൾക്കിടയിലൂടെ വീഴുന്ന വളരെ തണുത്ത തെളിനീര് പോലത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ കണ്ണടച്ച് മുകളിലേക്ക് നോക്കി നിന്നാൽ പിന്നെ കയറി വരാൻ പോലും തോന്നത്തില്ല. അത്രയ്ക്ക് മനോഹരമാണ്.